Algins Cock, Enemy, The Equation of Death. റൈറ്റർ ഡയറക്ടർ റിയാസ് മാറാത്ത്. നല്ല പണി അറിയാവുന്ന ഒരു ഡയറക്ടർ. DOP സുയിസ് സാരംഗ്, എഡിറ്റർ കിരൺ ദാസ്. നല്ല റിച്ച് ആൻഡ് പ്ലീസിങ് വർക്ക്. കാണുമ്പോഴേ തന്നെ നല്ലൊരു സുഖമുണ്ട്. അതിൽ എസ്പെഷ്യലി ഇതിൻ്റെ മൂഡിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഗ്രേഡിങ്ങും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ജയദേവ്. ഇപ്പോൾ ഇവർ 3 പേരും ചേർന്നിട്ട് അത് വർക്ക് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ ഇതിൻ്റെ VFX നന്നായിട്ടുണ്ട്. എഗ് വൈറ്റ് അതുപോലെ ഡിജി ബ്രേക്ക് ചേർന്നിട്ടാണ് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ക്ലൈമാക്സ് പോർഷൻസുള്ള പരിപാടിയൊക്കെ കാണുമ്പോൾ കറക്റ്റ് ഒരു ഹോളിവുഡ് പടം കാണുന്ന ആ ഒരു ഫീലിംഗ് ആണ് ഞാൻ പറയുന്നത്. ആ ഒരു സംഭവം പരിപാടി മൊത്തം ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലൊരു ചേസിങ് സീനുണ്ട്, ബൈക്കിൻ്റെ അല്ലെങ്കിൽ പട്ടപട കട്ട്സ് പോയിട്ടുണ്ട്. അങ്ങനെ ഇതിൽ ഒരേ തരത്തിലുള്ള കൈൻഡ് ഓഫ് മേക്കിംഗ് മാത്രമല്ല, അത്തരത്തിൽ സ്ലോ ആയിട്ട് ചെയ്യേണ്ട സമയത്ത് അങ്ങനെയും ഫാസ്റ്റായിട്ട് പോകുന്ന സമയത്ത് അങ്ങനെയും, അങ്ങനെ മൊത്തത്തിൽ പടത്തിൻ്റെ മൂഡിനനുസരിച്ചിട്ട് ടെക്നിക്കൽ ടീം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സൗണ്ടും അതുപോലെ തന്നെ നല്ല വർക്ക്, നല്ല അതായത് ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊന്നുമല്ല, വളരെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള, കേൾക്കാൻ നല്ല സുഖമുള്ള, അറ്റ് ദ സെയിം ടൈം പവർഫുൾ ആയിട്ടുള്ള നല്ല വർക്ക്. പിന്നെ മിക്സ് ചെയ്തിരിക്കുന്ന ഫസലെ ബക്കറാണ്. അതുപോലെ സിംഗ് സിനിമയാണ് സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്ന ഹർഷവർദ്ധൻ രാമേശ്വർ, നമ്മുടെ SRVയുടെ സന്ദീപ് റെഡ്ഡി വാങ്കയുടെ സ്ഥിരം ആള്. അർജുൻ റെഡ്ഡി മുതൽ ആനിമൽ വരെ. ഇതിൽ അദ്ദേഹത്തിന് മ്യൂസിക് വന്ന സമയത്ത് അങ്ങനെ ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ടുള്ള സോങ്സ് ആയിട്ട് തോന്നില്ല. ഇത് സോങ്സിന് വലിയ പ്രാധാന്യമുള്ള സിനിമയല്ല, പക്ഷേ സ്കോർ നല്ല പെട്ട സാധനമായിരുന്നു. എസ്പെഷ്യലി ഇതിൽ കുറച്ച് ഇപ്പോൾ ഭാവനയുടേതായി കഴിഞ്ഞാൽ, റഹ്മാൻ്റെ ആയി കഴിഞ്ഞാൽ, സ്ലോ മോഷൻ വാക്കിങ്. ഇപ്പോൾ ആനിമൽ നമ്മളുള്ള കണ്ടിട്ടാണ് സ്ലോ മോഷൻ വാക്കിങ്ങിൽ ഇദ്ദേഹം മ്യൂസിക് കൊണ്ട് സ്കോർ കൊണ്ട് എലിവേറ്റ് ചെയ്യുന്ന പരിപാടി. അതുപോലെ തന്നെ ഇതിലും അങ്ങനത്തെ പെട്ട സാധനങ്ങൾ 1-2 സീൻസിൽ ഇദ്ദേഹം ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തം ഓവറോൾ സ്കോറിംഗ് വാസ് ടു ഗുഡ്. കോസ്റ്റ്യൂംസ് കൂടെ എടുത്തു പറയണം, സമീർ സനീഷാണ്. എസ്പെഷ്യലി ഭാവനയുടെ കോസ്റ്റ്യൂംസ്, ഷി വാസ് സോ എലഗന്റ് ഇൻ ദിസ് ഫിലിം. കാരണം കോസ്റ്റ്യൂംസ് ഭയങ്കര രസമായിരുന്നു കാണുന്ന സമയത്ത്. ഭാവനയുടെ കോസ്റ്റ്യൂംസ്, പിന്നെ ഷെബിൻ്റെ കോസ്റ്റ്യൂംസ് ആയി കഴിഞ്ഞാലും ഓവറോൾ. പിന്നെ റഹ്മാൻ പോലീസാണ്, പിന്നെ പ്രത്യേകിച്ച് കോസ്റ്റ്യൂമിൻ്റെ ആവശ്യമില്ലല്ലോ. പേര് സൂചിപ്പിക്കും പോലെ തന്നെ അനമി, അതായത് സോഷ്യലി ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള, ഹോപ്പ്ലെസ് ആയിട്ടുള്ള, എലീനേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കഥാപാത്രങ്ങൾ. അപ്പോൾ അവരുടെ ആ ഒരു മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് അതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതിനെ കണക്ട് ചെയ്തിട്ടാണ് സിനിമ പോകുന്നത്. അപ്പോൾ ഇതിൽ പിന്നെ ഷെബിൻ ബെൻസൺ ചെയ്തിട്ടുള്ള കഥാപാത്രം ഭാവനയുടെ യങ്ങർ ബ്രദറായിട്ട്, അല്ല ഭാവന സാറ എന്ന് പറയുന്ന ഒരു ഫോറൻസിക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി. അപ്പോൾ അവരുടെ പിന്നെ ഇമോഷണൽ ബോണ്ടിങ്ങും അറ്റാച്ച്മെൻറ്റും അതിൻ്റെ ക്രൈസിസും കാര്യങ്ങളൊക്കെയാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ വരുന്നത്. അതിൽ തന്നെ പിന്നെ സ്ഥിരം ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സിൽ വരുന്ന ഹൂ ഡൺ ഇറ്റ്, വൈ ഡൺ ഇറ്റ് എന്നുള്ള സാധനം. ഇപ്പോൾ റഹ്മാനാണ് ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് വരുന്നത്. റഹ്മാൻ്റെ ക്യാരക്ടർ ഒരു രസമാണ്, ഒരു റങ്കാർഡ് കോപ്പ്, ഒരു ക്രേസി കോപ്പ്. റഹ്മാൻ്റെ ഡയലോഗ് ഡെലിവറിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പുള്ളി കുറച്ച് ക്രേസിയാണ്. അപ്പോൾ പുള്ളിക്ക് വെള്ളം അടിച്ചിട്ട് ഒരു പോലീസുകാരനെ കഴിക്കാം, ഡു യു തിങ്ക് ഐ എം എ ഫെയിലിയർ. അതായത് പുള്ളി ഏതോ ഒരു റാൻഡം പോലീസുകാരനോട് ചോദിക്കാം. പിന്നെ അവസാനം പറഞ്ഞിട്ട് നീയും ചാവുമെടാ മൈ എന്നൊക്കെ പറയണ്ട. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേകത. പിന്നെ പുള്ളിയുടെ ആക്ഷൻ പരിപാടിയൊക്കെ നന്നായിരുന്നു. അതിനകത്ത് മൊത്തത്തിൽ പുള്ളി അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ 2.5 മണിക്കൂർ സിനിമയിൽ ഫസ്റ്റ് ഹാഫ് പെട്ടെന്ന് കഴിയേണ്ടതാണ്. കാരണം 1 മണിക്കൂറേ ഫസ്റ്റ് ഹാഫ് ഉള്ളൂ. പക്ഷേ ഫസ്റ്റ് ഹാഫാണ് എനിക്ക് കൂടുതൽ കുറച്ച് ഡ്രാഗിങ് ആയിട്ടും റിപ്പിറ്റേഷൻ ഓഫ് സീൻസ്. ഈ ഭാവനയും ഷെബിനും തമ്മിൽ, ഈ 2 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കോൺവെർസേഷൻസും അവർ തമ്മിലുള്ള കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യലും അങ്ങനെയൊക്കെ. പിന്നെ അർജുൻ ലാലുണ്ട്. അർജുൻ ലാൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ല, നമ്മുടെ തന്മാത്രയിലെ ലാലേട്ടൻ്റെ മോനായിട്ട് അഭിനയിച്ച പുള്ളി വാട്ട് ആൻ ആക്ടർ എന്നുള്ളത് അതിലേ തെളിയിച്ചാണ്. തന്മാത്ര ഒറ്റപ്പടം കൊണ്ട് തെളിയിച്ചാണ്. ബട്ട് ഹി ഈസ് നോട്ട് എ വൺ ടൈം വണ്ടർ. അദ്ദേഹത്തെ ഈ സിനിമയിൽ കണ്ടാലറിയാം. പുള്ളി കിട്ടുകടിയുണ്ട്, ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് കിട്ടൽ ലുക്ക്. പിന്നെ അതുപോലെ തന്നെ കിട്ടൽ ലുക്കുള്ള വേറെ ഒരാൾ കൂടി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ അതിപ്പോൾ പറയാൻ പറ്റില്ല. ബിപിൻ പെരുമ്പിള്ളി യു അഗൈൻ ഇന്നലെ കണ്ട പടത്തിനുണ്ടായിരുന്നു. പുള്ളി ഇതിൽ ഒരു പോലീസ് ഓഫീസറായിട്ടാണ്. ഒരുപാട് സീൻസ് ഒന്നുമില്ല. പിന്നെ നമ്മുടെ ബിനു പപ്പു, ഒരു ഫോറൻസിക് സർജനായിട്ട്. പിന്നെ വെട്ടുക്കിളി പ്രകാശുണ്ട്. അങ്ങനെ കുറേ പേരൊക്കെ ഈ സിനിമയിലുണ്ട്. ഭാവനയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്രയും സീരിയസ് ആയിട്ടുള്ള സിനിമയാണ്, അത്രയും സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അത് ഷീ റിയലി ഡിഡ് വെൽ. ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റും ഇമോഷൻസും ഫ്രസ്ട്രേഷനും, പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ ഹൂ ഡൺ ഇറ്റ് എന്നുള്ള കാര്യത്തിൻ്റെ പുറകെ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ കൂടുതലും ഭാവനയുള്ളത്, സെക്കൻഡ് ഹാഫിൽ റഹ്മാനാണ് കൂടുതലായിട്ട് ഉള്ളത്. ഭാവന ഡിഡ് റിയലി വെൽ. വിഷ്ണു അഗസ്ത്യ എനിക്ക് RDX മുതൽ ഭയങ്കര ഇഷ്ടമുള്ള നടനാണ്. പുള്ളി ഇതിൽ ഒരു പ്രോമിനൻ്റ് റോളാണ്. പുള്ളി അത് നല്ല കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷുക്കൂർ വക്കീലുണ്ട്. അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ, മറ്റേ ലിയോണ, അവർ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ പടത്തിലൊക്കെ കാണുന്നതാണ്.
അപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് ഇതിൽ ഭയങ്കര വീക്കായിട്ട് തോന്നിയ ഒരു സീക്വൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു ഇൻട്രഗേഷൻ ഉണ്ട്. ഇൻട്രഗേഷൻ വരുന്ന സമയത്ത് റഹ്മാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ റാൻഡംലി കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന ആൾക്കാർ വന്നിട്ട് എൻ്റെ മോളെ കൊന്നവരെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയില്ലേ, ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട്. അത് ഈ സിനിമയുടെ ഡ്യൂറേഷൻ ഈ 2.5 മണിക്കൂർ കുറച്ചും കൂടെ ക്രിസ്പായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു പാക്ഡായിരുന്നു സാധനം. ഇത് കുറേ ഞാൻ പറഞ്ഞില്ലേ, കുറേ സീൻസ് ഇങ്ങനെ വീണ്ടും വീണ്ടും വന്ന് കുറച്ച് ഡ്രാഗ് ചെയ്ത് അങ്ങനെയൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ. അപ്പോൾ അതാണ്. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിനെ കുറിച്ച് ഡിസ്ക്ലോസ് ചെയ്യാൻ കഴിയില്ല. സ്റ്റിൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്യൂഡോ സയൻസ്. പക്ഷെ അത് വിഷ്വലി അവർ ഗംഭീരമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഒരു ഡീസൻറ്റ് ത്രില്ലർ. ഒരു യൂഷ്വൽ പരിപ്പ് വട അങ്ങനത്തെ ഹിൽ സ്റ്റേഷനിൽ പോയിട്ട് ആരോ കൊന്ന് കുറേ പുകയിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സാധനമല്ല. ഇതിൽ കുറച്ച് നന്നായിട്ട് തന്നെ ഇവർ സ്ക്രിപ്റ്റിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ഡയറക്ടർ നല്ലൊരു മേക്കറാണ്. ഒരു കിട്ടുന്ന സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈസിലി പണ്ണാൻ പറ്റും. കാരണം അതുപോലത്തെ ടെക്നിക്കലി ടു ഗുഡാണ് ഫിലിം. അതുപോലെ തന്നെ മേക്കിംഗ് സ്റ്റൈലും. സോ ഇനിയും ഭാവനയുടെ ഇതുപോലുള്ള നല്ല നല്ല വേഷങ്ങൾ വരട്ടെ. ഷീ ഡിസേർവ്സ് ഓൾ ദ സക്സസ് ആൻഡ് ഓൾ ദ ഹാപ്പിനെസ് ഇൻ ദിസ് വേൾഡ്.